Good morning, ma'am. ഗുഡ് മോർണിംഗ് കുട്ടികളെ ഇന്ന് നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ്. പുതിയതായി എന്താണ് ടീച്ചർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? വന്ദന, നമുക്കിന്ന് സൃഷ്ടിപരമായ ആശയങ്ങളിലൂടെ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പഠിക്കാം. കുട്ടികളെ, ഈ വര സ്പർശിക്കാതെ എങ്ങനെ ചെറുതാക്കാമെന്ന് ആരാണ് പറയാൻ പോകുന്നത്? ഇത് സാധ്യമല്ല മാം. കുട്ടികളെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നുള്ളത് ആരും മറക്കരുതേ. എല്ലാവരും ചിന്തിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തിത്തരൂ. യെസ് മാം, ഞാൻ ശ്രമിക്കട്ടെ. തീർച്ചയായും രവി, ഇവിടെ വന്ന് ഈ വര എങ്ങനെ ചെറുതാക്കാമെന്ന് കാണിക്കൂ. മിടുക്കനാണല്ലോ രവി. കുട്ടികളെ, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പരിഹരിക്കാനാകും. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമായിരുന്നു. നിങ്ങൾ വളരുമ്പോൾ നേരിടേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികൾ നിങ്ങളുടെ അറിവും വിജ്ഞാനവും ആശയങ്ങളും കൊണ്ട് പരിഹരിക്കേണ്ടി വരും. പക്ഷേ ടീച്ചർ, ഇപ്പോൾ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തും? നല്ല ചോദ്യം. കുട്ടികളെ, നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിശിഷ്ടമായ ഇൻസ്പയർ അവാർഡ് മാനക്കിൽ പങ്കെടുക്കണം. ഇൻസ്പയർ അവാർഡ് മാനക് അത് എന്താണ് മാം? ഇൻസ്പയർ അവാർഡ്സ് മാനക് ഒരു ദേശീയ മത്സരമാണ്. ഇത് സംഘടിപ്പിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നാഷണൽ ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യ NIF-ഉം ചേർന്നാണ്. ഇൻസ്പയർ അവാർഡ് മാനക് ജീവിതം ആയാസരഹിതമാക്കാനുള്ള കുട്ടികളുടെ അദ്വിതീയവും നൂതനവുമായ ആശയങ്ങളുടെ ആഘോഷമാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ തരട്ടെ. മഹാരാഷ്ട്രയുടെ നീരജ് പാസ്പുലെ നിർദ്ദേശിച്ചത് ഒരു ഓഡിറ്റോറിയത്തിന്റെ സീറ്റുകളിൽ ഒരു ഇൻഡിക്കേറ്റർ വെക്കാനാണ്. അത്തരത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കുമ്പോൾ ആളുകൾക്ക് ഏറ്റവും അടുത്തുള്ളതും ഒഴിഞ്ഞതുമായ സീറ്റ് കണ്ടെത്താൻ അത് സഹായകമാകും. രമൻ ആൻഡ് ഡിയുവിലെ പ്രേം, അങ്കുഷ്, ശിവാനി എന്നിവർ ചിന്തിച്ചത് റോഡ് വക്കിലെ കുപ്പത്തൊട്ടിയിൽ അത് നിറയുമ്പോൾ ഗാർബേജ് കളക്ഷൻ വാനിനെ അറിയിക്കുന്ന ഒരു ഉപകരണം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. ചുറ്റും ചപ്പുചവറുകൾ ചിതറിക്കിടക്കുന്നത് ഒഴിവാക്കാൻ ഇത് സഹായകമാകും. ഹിമാചൽ പ്രദേശിലെ പാർവതി ഒരു ഊർജ്ജ സംരക്ഷണ സ്റ്റൗവിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല, ഹമാമിലെ പോലെ വെള്ളം ചൂടാക്കുകയും അതിന്റെ ചൂടുകൊണ്ട് മുറി ഇളം ചൂടാക്കി നിലനിർത്തുകയും ചെയ്യും. പശ്ചിമ ബംഗാളിലെ ഋഷഭ് നിർദ്ദേശിച്ചത് പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ടിക്കറ്റ് അവരുടെ സ്വന്തം ഭാരത്തിനും ലഗേജ് ഭാരത്തിനും അനുസരിച്ച് ചാർജ് ചെയ്യണമെന്നാണ്. ഇത് അവരുടെ ലഗേജ് കുറയ്ക്കുവാൻ മാത്രമല്ല, പതിവ് വ്യായാമം വഴി തങ്ങളുടെ ഭാരം നിയന്ത്രണത്തിൽ നിലനിർത്താനും അവർക്ക് പ്രചോദനം നൽകും. ഉത്തർപ്രദേശിലെ സിക്കാന്തോയുടെ നിരീക്ഷണത്തിൽ ശുചീകരണ തൊഴിലാളികൾ മിക്കപ്പോഴും റോഡ് വൃത്തിയാക്കിയ ശേഷം ചവറ് വശങ്ങളിൽ കൂട്ടിയ ശേഷം പിന്നീട് അത് കൈകൊണ്ട് തന്നെ എടുത്ത് കുപ്പത്തൊട്ടിയിലും ചവറുവണ്ടിയിലും തട്ടുന്നതാണ്. ഇതിനെ സഹായിക്കാൻ കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ചവർ എടുക്കുന്നതും തട്ടുന്നതുമായ ഒരു കൈവണ്ടി അവർ വികസിപ്പിച്ചെടുത്തു. ഇവയെല്ലാം മികച്ച ആശയങ്ങളല്ലേ? പക്ഷേ മാഡം, ഈ ആശയങ്ങൾക്കെല്ലാം പണം ആവശ്യമായി വരും. ഞാൻ തീരെ ചെറുപ്പമാണ്, കൂടാതെ പണമൊന്നുമില്ല. വിഷമിക്കേണ്ട ഇഷാൻ. ഈ മത്സരത്തിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആശയം മാത്രമാണ് അവതരിപ്പിക്കേണ്ടത്. ഞാൻ വിശദമാക്കി തരാം. 6 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള കുട്ടികൾ, അതായത് 10 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ളവർ, അവരുടെ നൂതന ആശയങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽക്കോ ഹെഡ്മാസ്റ്റർക്കോ നൽകുന്നതിലൂടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾ ലഭിക്കാനായി ആശയ മത്സരം സ്കൂളുകൾക്ക് സംഘടിപ്പിക്കാം. അതിനുശേഷം മികച്ച 2 മുതൽ 3 ആശയങ്ങൾ ഓൺലൈനിൽ നിശ്ചിത ഫോമാറ്റിൽ ഇൻസ്പയർ അവാർഡ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം രാജ്യമെമ്പാടുമുള്ള ഏറ്റവും മികച്ച 1,00,000 ആശയങ്ങൾ തിരഞ്ഞെടുക്കുകയും 10,000 രൂപ വീതം നൽകുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടികളെ ഓർമ്മിക്കണം, നിങ്ങളുടെ ആശയങ്ങൾ യഥാർത്ഥവും അതുല്യവും സാങ്കേതികവുമായി ബന്ധപ്പെട്ടവ ആയിരിക്കണം. മാം, എന്താണ് ഒരു ആശയ മത്സരം? നിലവിലുള്ളതോ ലഭ്യമായതോ ആയ മെഷീനിന്റെയോ ഗാഡ്ജറ്റിന്റെയോ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതിയതൊന്ന് സൃഷ്ടിക്കുകയോ ചെയ്ത് അങ്ങനെ അത് ദൈനംദിന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം
എന്നതിന്റെ യഥാർത്ഥ സാങ്കേതിക ആശയം ഈ ഒരു മത്സരത്തിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇതിനു ശേഷം എന്ത് സംഭവിക്കും? തിരഞ്ഞെടുക്കപ്പെട്ട 1,00,000-ലധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങളുടെ അഥവാ ഇന്നോവേഷനുകളുടെ മാതൃകകൾ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പുകൾ തയ്യാറാക്കും. ഇവ ജില്ലാതല പ്രദർശനത്തിൽ പ്രദർശിക്കപ്പെടും. ഈ ലക്ഷക്കണക്കിന് ആശയങ്ങളിൽ നിന്ന് 10,000 മികച്ച ആശയങ്ങൾ അഥവാ ഇന്നോവേഷനുകൾ സംസ്ഥാനതല പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെടും. ഇവിടെ നിന്ന് 1000 ആശയങ്ങൾ അഥവാ ഇന്നോവേഷനുകൾ ദേശീയതല പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെടും. ഈ ഘട്ടത്തിൽ NIF രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സാങ്കേതിക സ്ഥാപനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശ സഹായങ്ങൾ നൽകും. ദേശീയ തലത്തിലുള്ള പ്രദർശനത്തിലാണ് ഈ പ്രോട്ടോടൈപ്പുകൾ പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ മാം, ഞങ്ങളുടെ ആശയങ്ങൾ അഥവാ ഇന്നോവേഷനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ആശയങ്ങൾ അവയുടെ പുതുമ, അനന്യത, സമൂഹത്തിലുള്ള ഉപയോഗം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. നിലവിലുള്ള സാങ്കേതിക വിദ്യകളേക്കാൾ അവയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ ഇല്ലയോ എന്നതും ഇതിൽ പരിഗണിക്കും. ഇത് ഗംഭീരമാണ് ടീച്ചർ. ദേശീയ തലത്തിൽ എത്ര പ്രോട്ടോടൈപ്പ് അഥവാ ഇന്നോവേഷനുകൾ തിരഞ്ഞെടുക്കും എന്ന് ഞങ്ങളോട് പറയൂ ടീച്ചർ. ഋതു, ദേശീയ തലത്തിൽ 60 മികച്ച മാതൃകകൾ അല്ലെങ്കിൽ ഇന്നോവേഷനുകൾ തിരഞ്ഞെടുക്കപ്പെടും. ഇവയെല്ലാം ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ ഫെസ്റ്റിവൽ ഓഫ് ഇന്നോവേഷനിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതായിരിക്കും. അപ്പോ ആരൊക്കെ റെഡിയാണ്? അത് ഗംഭീരം. ഇൻസ്പയർ അവാർഡ്സ് മാനക്കിൽ പങ്കെടുക്കുന്നതിന് ലോഗ് ഓൺ ടു www.inspireawards-dst.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ www.nif.org.in/inspire-awards.